ഹൈ ഗൈസ്, സോ നമ്മളുടെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. സോ ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ചെയിൻ റൂൾ എന്ന് പറയുന്നത്. അതായത് ഡെറിവേറ്റീവ്സ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷന്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ വരാം. ഏതുപോലെ ഇപ്പൊ നമ്മൾ സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്കറിയാം, സൈനിന്റെ ഉള്ളിൽ ഒരു ടാൻ വന്ന് ചിലപ്പോൾ ടാനിന്റെ ഉള്ളിൽ ഈ റേസ് എക്സ്, ഒരു ഫംഗ്ഷന്റെ അകത്ത് വേറെ ഫംഗ്ഷൻ വരാം. സോ ഈ ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സ് കാണുന്ന ക്വസ്റ്റ്യൻസ് എക്സാമിന് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. അതിൽ കൂടുതൽ ഡിഫിക്കൽട്ടി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹിയർ ഇസ് ദി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് സൈൻ ക്യൂബ് എക്സ്. സൈൻ ക്യൂബ് എക്സിന്റെ ഡെറിവേറ്റീവ് കാണണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, സോ നമുക്ക് അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം. അതായത് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് അറിയണം. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ് ആണ്, എല്ലാവർക്കും അറിയാം. അതേപോലെ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് വരണം, അത് 3x². ഇനിയാണ് നമ്മളുടെ ചെയിൻ റൂളിന്റെ ഏറ്റവും കീ പോയിന്റ്. നമുക്ക് എക്സ് ക്യൂബ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ 3x² എന്ന് പറയാം. പി ക്യൂബ് ആണ് വന്നതെങ്കിൽ 3p² എന്ന് പറയാമായിരുന്നു വിത്ത് റെസ്പെക്ട് ടു പി ആണെങ്കിൽ. ബട്ട് ഇവിടെ പി ക്യൂബ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ പി ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് ഈ ഫംഗ്ഷനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. പി ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3p² ആണ്. ഇനി പി എന്ന് പറയുന്ന ആളെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. d/dx ഓഫ് സൈൻ എക്സ് കോസ് എക്സ് ആണ്. ബട്ട് സൈൻ പി ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം കോസ് പി എന്ന് എഴുതാം, എന്നിട്ട് വീണ്ടും പി എ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇതാണ് ചെയിൻ റൂളിന്റെ മെയിൻ പോയിന്റ്. ഇനി ശ്രദ്ധിച്ചോണം, സൈൻ ക്യൂബ് എക്സ് ആ ചോദിച്ചത്. എല്ലാവർക്കും അറിയുന്ന കാര്യമുണ്ട്, സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സിന്റെ ഹോൾ സ്ക്വയറാ. സൈൻ ക്യൂബ് എക്സ് പറഞ്ഞാൽ സൈൻ എക്സിന്റെ ഹോൾ ക്യൂബ് ആണ്. സോ പി ക്യൂബ് ഡീൽ ചെയ്യുന്ന പോലെ ചെയ്യണം. പി ക്യൂബിൻ്റെത് 3p² ആണ് എന്ന് നമുക്കറിയാം. സോ സൈൻ ക്യൂബ് എക്സിന്റെ ഡെറിവേറ്റീവ് വരുന്നത് 3 സൈൻ സ്ക്വയർ എക്സ്. കഴിഞ്ഞിട്ടില്ല, ഇനി പി എ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണമല്ലോ. അതായത് ഇവിടെ സൈൻ എക്സിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് വരുന്നത് കോസ് എക്സ് ആണ്. സോ നമ്മളുടെ പ്രോബ്ലം ഇവിടെ കംപ്ലീറ്റ് ആവാണ്. സോ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനെ അയച്ചെടുക്കുക. അടുത്ത വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. ബൈ.